पूछा जाए कि मैं यहाँ पे क्या कर रही हूँ, तो मैं क्षत्रिय हूँ, मैं हिंदू हूँ और सनातन मेरा धर्म है और मैं इसे आगे बढ़ाऊंगी. ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരാം പ്രേമമതൊന്നല്ലോ. നമ്മുടെ ലോകം മൊത്തം ഒരു മതം മതി, അത് പ്രേമമാണ്. പ്രേമം എന്ന് വെച്ചാൽ സ്നേഹമാകാം, എന്തുമാകാം. പ്രേമം എന്നുള്ള വികാരത്തിന് നമ്മൾ ആണും പെണ്ണും സ്നേഹിക്കുന്ന ആ ഒരു വികാരത്തിന് മാത്രമല്ല പറയാം. പ്രേമം എന്ന് പറയുന്ന എല്ലാത്തിനെയും നമ്മൾ പ്രേമമായിട്ടാണ് കവികളെല്ലാം അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. അതായത് കവിഭാവനയെല്ലാം പറയുന്ന പ്രേമം എന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തിനെ തന്നെയാണ്. ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു നടിയുടെ ചെറിയൊരു പ്രസംഗത്തിനടുത്ത് ചെറിയൊരു ഭാഗമാണ്. അതായത് ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ധർമ്മം പാലിക്കുന്നത് സനാതന ധർമ്മമാണ്. അതായത് കാലാകാലങ്ങളായി മാറ്റമില്ലാതെ നിലനിൽക്കേണ്ടത് എന്തോ അതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതായത് മാറ്റമില്ല, അതിന് തുടക്കം എങ്ങനെയാണോ അത് തന്നെയാണ് ഒടുക്കവും. അത് തന്നെ ഫോളോ അപ്പ് ചെയ്യണം. അതിനോട് യാതൊരു മാറ്റമാണ് ലോകത്തിൽ മാറ്റമില്ലാതെ നിൽക്കേണ്ടെന്ന് അറിയപ്പെടുന്നവരാണ് ഞാൻ. കാരണം മാറ്റത്തിന് മാറ്റമില്ലാതെ നിൽക്കത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം. വിശ്വാസമായാലും നമ്മൾ എന്താണോ ഇന്ന് ജീവിക്കുന്ന ഏതാണോ നമുക്ക്. അതായത് സൈക്കിള് മോശമായിട്ടല്ല നമ്മളെല്ലാവരും ടൂ വീലർ ഉപയോഗിക്കുന്നത്, സൈക്കിളിനെക്കാളും മെച്ചമായതുകൊണ്ടാണ്. ഇവരുടെയൊക്കെ ഒപ്പീനിയൻ, വേറൊരു നടിയുടെ ഒപ്പീനിയൻ ഞാൻ കാണിച്ചു തരാം. There is only one caste, the caste of humanity. There is only one religion, the religion of love. There is only one language, the language of the heart. And there is only one God, and He is omnipotent. ഐശ്വര്യയുടെ വാക്കുകളുണ്ടോ? എത്ര പക്വതയുള്ള വാക്കുകളാണ് ഇതെല്ലാം, അല്ലേ? ഒറ്റ മതമേ ഉള്ളൂ, സ്നേഹമാണ്, ഒറ്റ റിലീജിയനേ ഉള്ളൂ, അല്ലേ? അത് ലവ് ആണ്, അതായത് ഒറ്റ ലാംഗ്വേജ് മതി, ഹാർട്ടാണ്, ഒറ്റ കമ്മ്യൂണിറ്റി മതി നമുക്ക്. അത് തന്നെയാണ് സത്യം, അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ വരികൾ പോലെ ഒരൊറ്റ മതം മതി നമുക്ക്, അത് സ്നേഹമായിരിക്കണം, അല്ലേ? അല്ലാതെ എന്തിനാണ് പല മതത്തിൽ ഞാൻ ക്ഷത്രിയനാണ്, അതൊക്കെ നമ്മൾ ഏതോ കാലഘട്ടത്തിൽ തുറച്ചു നിൽക്കുക, എന്തോ നമ്മുടെ ഒരു വാലാണ്. നമുക്ക് പണ്ട് നമ്മുടെ പരിണാമത്തിന് മുമ്പ് നമുക്കുണ്ടായത് ആ ടെയിലിനെ നമ്മുടെ പരിണാമം തന്നെ ഇല്ലാതാക്കിയ പോലെ തന്നെ പണ്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുന്നത് ഒരു വൃത്തികെട്ട സിസ്റ്റമായിരുന്നു അത്, അല്ലേ? ക്ഷത്രിയനും വൈശ്യനും ബ്രാഹ്മണനും ഒക്കെ അതിപ്പോഴും കെട്ടിഘോഷിച്ച് കിടക്കുന്നുണ്ട്. ഞാനിപ്പം ശബരിമലയുടെ ആ ഒരു പ്രശ്നമില്ലേ, സ്വർണ്ണക്കൊള്ളയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ കണ്ഠര രാജീവരുടെ ഒരു പ്രസംഗം ഞാൻ മുമ്പ് കേട്ടിരുന്നു. ഞങ്ങൾ പരശുരാമൻ മറ്റേ കൊണ്ടുവന്ന ബ്രാഹ്മണ കുടുംബമാണ് പരശുരാമൻ എന്ന് പറഞ്ഞ ആൾ. പരശുരാമനൊക്കെ ഒരു മിത്താണ്, നിങ്ങൾ ഇപ്പോഴും അത് കെട്ടിഘോഷിച്ച കഥ പറയുന്നുണ്ടല്ലോ. പരശുരാമൻ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം നമ്മുടെ വേറെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന കുടുംബമാണ് ബ്രാഹ്മണനെ സംരക്ഷിക്കാൻ വേണ്ടി കേരളം കണ്ടെത്തിയെന്ന് അവരെ ഏൽപ്പിച്ചു. പരശുരാമനായിരുന്നു ശബരിമലയെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ 1902 ഈ താഴ്മൺ കുടുംബം കേരളത്തിലോട്ട് വരുന്നത്. അതിന് മുമ്പ് ശബരിമലയുണ്ട്, കേരളമുണ്ട്, അമ്പലങ്ങളുണ്ട്. എന്തുവാണ് ഈ മുന്നോട്ട് വയ്ക്കുന്ന ആശയമല്ലേ? ബ്രാഹ്മണത്തിന്റെ ആധിപത്യം കേരളത്തിലേക്കല്ല സൗത്തിലേക്ക് കൂടിയതിനു ശേഷമാണ് ഈ ജാതി മതത്തിന്റെ വ്യവസ്ഥ ഇത്രയും മാത്രം വർദ്ധിച്ചിരിക്കുന്നത്, അല്ലേ? ഈ നമ്മൾ ക്ഷേത്രപ്രവേശ വിളംബരം എന്ന് പറയുന്ന സാധനം, ക്ഷേത്രപ്രവേശ വിളംബരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമുള്ള അവകാശമല്ല, ക്ഷേത്രത്തിന്റെ നടയിൽ കൂടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ റോഡ് സൈഡിൽ കൂടെ നടക്കാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു. ഇവരെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു. ഈ ദൈവങ്ങളൊന്നുമല്ല, മനുഷ്യന്മാർ കഷ്ടപ്പെട്ടിട്ടാണ് പല അവകാശങ്ങളും നമ്മുടെ നേടിയെടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ജയിപ്പിച്ചു വിട്ട ഒരു MP ഉണ്ടല്ലോ, സിനിമാ നടനാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ആ കുടുംബത്തിൽ തന്നെ ജനിച്ചിട്ട് എനിക്ക് അയ്യപ്പനെ പൂജിക്കുന്ന ഒരാളായിട്ട് മാറണം. നിങ്ങൾ ശ്രമിക്കേണ്ടതല്ല, അയ്യപ്പനെ പൂജിക്കുന്ന ആളായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ മാറുക എന്നുള്ളതാണ്. അല്ലാതെ അയ്യപ്പനെ പൂജിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ആ നവോത്ഥാനം ഇപ്പം തന്നെ കൊണ്ടുവരണം. എല്ലാവർക്കും പ്രവേശമുള്ള ആ സിസ്റ്റത്തിലേക്ക് മാറണം. കാരണം നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് കണ്ട 1930 കാലഘട്ടങ്ങളിൽ നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബര നിരമ്പം കൊണ്ടുവരുമ്പോൾ അന്നും എല്ലാ ജാതിക്കാർക്കും അമ്പലത്തിൽ കയറാനുള്ള അവകാശമില്ലായിരുന്നു. നമ്മൾ ദൈവമല്ല, മനുഷ്യർ കഷ്ടപ്പെട്ടും ചിന്താവ് വിളിച്ചുമൊക്കെയാണ് ഓരോ അവകാശങ്ങൾ നേടിയെടുത്തത്. നിങ്ങൾ ഈ ജന്മത്തിൽ തന്നെ കൊണ്ടുവരണം. അല്ല അടുത്ത ജന്മത്തിൽ എനിക്ക് താഴ്മൺ കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളതല്ല, എല്ലാ കുടുംബത്തിലുള്ളവർക്കും അതേ അവകാശം കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റമാണ് കൊണ്ടുവരേണ്ടത്. അതായത് കാലാഘട്ടങ്ങൾ ഇപ്പം ഇലക്ഷൻ തന്നെ നമ്മൾ നോക്കത്തില്ലേ, 5 വർഷം കൂടാൻ നിർത്തി. എൻ്റെ അഭിപ്രായത്തിൽ 5 വർഷം കൂടാൻ നിർത്തി ആ മാറ്റിയിട്ട് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത്. അത് താഴ്മൺ കുടുംബത്തിലുള്ളവർക്ക് തന്നെ അവസരം കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ആൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസേ ഇല്ല. കാരണം ആ ഒരു ധൈര്യമാണ് ഈ കൊള്ളയടിക്കാനും അവിടുന്ന് ആ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റാനും ഇത്ര ധൈര്യം കൊടുക്കാനുള്ള കാരണം. അതായത് ഞാനല്ലാതെ വേറെ ആരും അവിടെ പ്രതിഷ്ഠിക്കാൻ യാതൊരു കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് പരശുരാമൻ ഏർപ്പാടാക്കി തന്ന ഒരു നിയമമാണത്. അതായത് ഭഗവാൻ പരശുരാമനാണ് ഞങ്ങളെ അവിടെ കയറ്റിയത്, അല്ലെ? 100 വർഷം പോലും പാരമ്പര്യമില്ലാത്ത ആ കുടുംബത്തിന് 500 വർഷം പഴക്കമുള്ള ആ ശബരിമലയിൽ എങ്ങനെ ഇത്ര അവകാശം കിട്ടിയെന്നുള്ള പല കഥകളും ഉണ്ട്. നമുക്കതിനകത്ത് ഒറിജിനാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്.